MDNSന്റെ സമൂഹ മാധ്യമത്തിലെ ഒരു കുറിപ്പാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒരു വീട് കത്തി ചാമ്പലാകുമ്പോൾ മനുഷ്യത്വമില്ലാതെ കുടുംബനാഥൻ സ്വന്തം ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചു പോയതായി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ കത്തോലിക്ക സഭയിൽ അരപ്പട്ട കെട്ടിയ മെത്രാൻ സ്വന്തം ശരീരം തന്റെ സഭയ്ക്കും സഭാമക്കൾക്കും വേണ്ടി ഈശോയെ പ്രതി രക്തം ചൊരിയേണ്ടി വന്നാൽ പോലും താൻ സന്നദ്ധനാണ് എന്നതിന്റെ അടയാളമായിട്ടാണ് അദ്ദേഹം അരപ്പട്ട ഉപയോഗിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭാ വിരുദ്ധരായ വൈദികരും അവരുടെ ഗുണ്ടകളായ അൽമായരും അരമന കയ്യേറാൻ വന്നപ്പോൾ അവർക്കായി വാതിൽ തുറന്നിട്ട് കൊടുത്തു. സഭാ ആസ്ഥാനത്ത് നിന്നും സമരക്കാരുമായി ഉണ്ടാക്കിയ മുൻ ധാരണയുടെ അടിസ്ഥാനത്തിൽ അഡ്മിനിസ്ട്രേറ്ററും അതിരൂപത കൂരിയായും സഭാമക്കളെ വഞ്ചിച്ചുകൊണ്ട് അവിടെ നിന്നും മാറി സമരക്കാരുടെ സംരക്ഷണയിൽ 4 ദിവസം ഒളിവിൽ കഴിയുകയും വിശ്വാസികൾ പോലീസിനെ സമീപിച്ചപ്പോൾ ഒളിവിലെ 1-ാം പ്രതി അതിരൂപതയുടെ ലെറ്റർ ഹെഡിൽ കൂടി പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ക്രിസ്തുവിനെ പ്രതി ക്രൂശിക്കേണ്ടി വന്നാലും പോരാടാൻ സത്യപ്രതിജ്ഞ എടുത്ത ഒരു മെത്രാന്റെയും കൂരിയ നേതൃത്വത്തിന്റെയും കപടമുഖമാണ് ഇവിടെ വികൃതമായത്. ഇത്തരം വിഷവിത്തുക്കളെ നമ്മുടെ അതിരൂപതയ്ക്ക് ഇനി വേണ്ട. എന്നാൽ ഏതാനും മാസം മുൻപ് സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാന തങ്ങളുടെ ഇടവകകളിൽ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി 19, മാർച്ച് 5 തീയതികളിൽ ഇദ്ദേഹത്തെ കാണാൻ MDNSന്റെ നേതൃത്വത്തിൽ വന്ന വിശ്വാസികളെ പോലീസിനെ ഉപയോഗിച്ച് ആട്ടിപ്പായിക്കുകയാണ് ഈ മാന്യൻ ചെയ്ത പ്രവൃത്തി. എന്തൊക്കെ സിനഡ് സർക്കുലറുകൾ ഇറക്കിയാലും പണ്ട് ഏദൻ തോട്ടത്തിൽ ഹൗവായെ വഴിതെറ്റിച്ച ആ പാമ്പ് ഇപ്പോഴും ഈ അതിരൂപതയിൽ സർക്കുലർ ഇറങ്ങിയാൽ പിറ്റേ ദിവസം തലശ്ശേരിയിൽ നിന്ന് ഇഴഞ്ഞ് എറണാകുളത്ത് പൊങ്ങി വിഷവിത്ത് പാകിയിട്ട് പോകും. ഈ കൊടും വിഷപ്പാമ്പിനെ എറണാകുളം അതിരൂപതയ്ക്ക് ഇനി ആവശ്യമില്ല. സഭാമക്കൾ റോമിന്റെ തീരുമാനത്തിനായി കാത്തു നിൽക്കുകയാണ്. നട്ടലില്ലാത്ത ഒരു മേജറിനെ ഈ സഭയ്ക്ക് അധിക നാൾ ചുമക്കാൻ കഴിയില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ലേഖകൻ. വിശ്വാസികൾ സഭയിൽ ഒരു സ്വാതന്ത്ര്യ സമരത്തിനായി തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു. അടിമുതൽ മുകൾ വരെ ഈ അതിരൂപതയിൽ ഉള്ള മുഴുവൻ പുഴുക്കുത്തുകളും പുറത്തു ചാടിക്കുവാനുള്ള ഉത്തരവാദിത്തം വിശ്വാസികളുടേത് മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്.